ഹലോ, ഇതാ പോണ മുതലില്ലേ, അവനിപ്പോൾ വീട്ടിലിരിക്കാനേ ഒക്കത്തില്ല, എപ്പോഴും വെളിയിൽ ഇറങ്ങിയിരിക്കണം. അങ്ങനെ വെളിയിലിറങ്ങി ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇക്കാര വണ്ടിയുടെ സൗണ്ട് കേട്ടോ, ഓട്ടോയുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും തന്നെ അവന് മനസ്സിലായി അവൻ്റെ വാപ്പായാണെന്ന്. അവൻ വിട്ടടിച്ച് പോയി. അത്രയും നേരം എൻ്റെ അടുത്ത് ഉമ്മച്ചി ഉമ്മച്ചി എന്നും പറഞ്ഞുകൊണ്ടിരുന്നവനാണ്. പിന്നെ വാപ്പായെ കണ്ടപ്പോൾ അവൻ്റെ ഇതൊക്കെ അങ്ങ് മാറി. അത് റംസാനായാലും അങ്ങനെ തന്നെയാണ്. ഇക്കായെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുല്ല് വിലയാണ്. ഈ മക്കളെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ കൊടുത്ത് പാലുകൂട്ടി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വളർത്തിയാലും അവരവരെ വാപ്പായെ കാണുമ്പോൾ ഓടി അവരെ വാപ്പാരുടെ അടുത്ത് തന്നെ എത്തിയിരിക്കും. പിന്നെ കുറേ നേരം ഇക്കാരുടെ അടുത്തൊന്ന് മാറാതെയൊക്കെ ആയിരുന്നു. കുറച്ച് ഐസ്ക്രീമൊക്കെ കൊണ്ടുകൊടുത്ത് പിന്നെ അതൊക്കെ കുടിച്ച് ഭയങ്കര കഥയും പറച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പം തന്നെ ഏകദേശം 12 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലെന്നൊക്കെ പറഞ്ഞാൽ അടുക്കളയിൻ്റെ അകത്ത് പോലും ഇരിക്കാൻ വയ്യ. അമ്മാതിരി വെയിലാണ് അടിച്ചകത്ത് കയറണത്. ടൈലൊക്കെ പൊള്ളിപ്പോണ് കാല് വയ്ക്കുമ്പോഴത്തേക്കും, അമ്മാതിരി ചൂട്. അത് കഴിഞ്ഞ് ഇക്ക നേരെ ബാക്കിലോട്ട് പോയി കുറച്ചധികം പാമ്പേഴ്സ് കത്തിക്കാനുണ്ടായിരുന്നു. ഇക്കയാണ് ഇതെല്ലാം ചെയ്യണത്. അതായത് പാമ്പേഴ്സ് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ചാക്കിലാക്കി വെച്ചേക്കും ഇക്ക. അപ്പം എല്ലാം കൂടെയൊക്കെ കൂട്ടി വാരിയിട്ട് കത്തിക്കും. അപ്പോൾ ഇന്ന് ആ ദിവസമായിരുന്നു. അങ്ങനെ ആശാൻ അതെല്ലാം കൂടെ കത്തിക്കുന്ന നേരം റിദാനും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എന്തായാലും അവിടെ നിൽക്കൽ കുറച്ച് ബീൻസ് എടുത്ത് തോരൻ വയ്ക്കാമെന്ന്. വേറെ കറി രാവിലെ കറി ആയിട്ടുണ്ടായിരുന്നു, വറുത്തതെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തോരത്തിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ കരുതി തോരനൂടെ വെച്ചേക്കാമെന്ന്. ബീൻസ് പെട്ടെന്ന് അരിഞ്ഞ് തേങ്ങ അരപ്പും കൂട്ടി വെച്ച് ഒന്ന് തത്തിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ ഈർപ്പം മാറ്റിയപ്പോഴത്തേക്കും തോരൻ സെറ്റാക്കി എടുത്തു. നല്ല അടിപൊളി തോരനായിരുന്നു. പിന്നെ അതും ചെയ്ത് വന്നപ്പോഴത്തേക്കും തന്നെ ഇക്ക തീയൊക്കെ ഇട്ട് കത്തിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇക്കക്ക് തീ കത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി അയൽവക്കത്തുള്ള ചവറ് വരെ വാരി എടുത്തോണ്ട് ഇവിടെ തീയിടും. അതിന് തീൻ്റെ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓടിപ്പോയി അങ്ങ് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. റിദാൻകുട്ടനെ ഉറക്കിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇക്കാക്ക് മീനും കറിയോ ഒന്നും വേണ്ട. ഇന്നലത്തേല് ചിക്കൻ തോരനുണ്ടായിരുന്നു. പുള്ളിക്ക് ഇന്നലെ കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചൂടാക്കി കൊടുത്ത് ഞാൻ തോരനും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഉച്ചയൂണ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.